ക്രിക്കറ്റ് എന്ന ഈ അതിമനോഹരമായ സ്പോർട്ടിനെ ഒളിമ്പിക്സ് വരെ എത്താൻ സാധിച്ച നമ്മുടെ കുട്ടി ക്രിക്കറ്റ്, നമ്മുടെ T20 ക്രിക്കറ്റിൻ്റെ 2026 എഡിഷനിലെ വേൾഡ് കപ്പ് സെമി ഫൈനൽസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ചില്ലറ കാര്യമല്ല ഇനി നടക്കാൻ പോകുന്നത്. കാരണം നൂറുകണക്കിന് 2020 ടൂർണമെൻറ്റുകളുള്ള ഈ ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിൻ്റെ വേൾഡ് കപ്പ് സെമി ഫൈനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് സ്റ്റേജ്. ആദ്യം നടക്കുന്ന സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡിനെ, രണ്ടാം നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനുമാണ് നേരിടാൻ പോകുന്നത്. 20 രാജ്യങ്ങൾ പങ്കെടുപ്പിക്കുന്ന ഏക ഫോർമാറ്റാണ് ICCയുടെ ഏക ഫോർമാറ്റാണ് 2020. അതിലെ അവസാന 4 രാജ്യങ്ങൾ. നമുക്ക് ആദ്യ മത്സരത്തിലേക്ക് പോകാം. ന്യൂസിലാൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഇവരുടെ ഇടയിൽ ഒരു സ്ട്രീക്ക് പോകുന്നുണ്ട്. അതായത് സൗത്ത് ആഫ്രിക്ക ഇതുവരെ ന്യൂസിലൻഡിനെ ഒരു ICC നോക്കൗട്ട് ഗെയിംസിലും തോൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഇതുവരെ സൗത്ത് ആഫ്രിക്കയെ 2020 വേൾഡ് കപ്പിൻ്റെ ഒരു ഗെയിം, അത് നോക്കൗട്ട് ആണെങ്കിലും ഗ്രൂപ്പ് ഗെയിംസ് ആണെങ്കിലും തോൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് ഓവർ സൗത്ത് ആഫ്രിക്കയാണ്. കാരണം 7-7 ജയിച്ച അതിമനോഹരമായ ഫോമിലാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അവരുടെ ഏറ്റവും വലിയ ആയുധം, കരുത്ത് എന്ന് പറയുന്നത് അവരുടെ പ്ലെയേഴ്സ് എല്ലാം ചിപ്പിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ ടിക്ക് ചെയ്യുന്നു. എസ്പെഷ്യലി അവരുടെ ബോളിംഗ്, ഇന്ത്യൻ കണ്ടീഷനുമായിട്ട് അവർ അത്രമാത്രം സിങ്ക് ആയി കഴിഞ്ഞാൽ അവരുടെ സ്ലോ ബോൾസും കട്ടസൊക്കെ അതിമനോഹരമാണ്. അവർ അഹമ്മദാബാദിലാണ് മിക്ക ഗെയിമും അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ നാളെ നടക്കാൻ പോകുന്ന മത്സരം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ്, നമ്മുടെ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ അതേ വേദി തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി സൗത്ത് ആഫ്രിക്ക തന്നെയാണ് അടിച്ചത്. അവരുടെ ബാറ്റേഴ്സ്, അവരുടെ ബോളേഴ്സ്, അവരുടെ ഫീൽഡേഴ്സ് എല്ലാം ഗംഭീര ഫോമിലാണ്. ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക ഒത്ത എതിരാളികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും അവർ 3 ഡിപ്പാർട്ട്മെൻറ്റും മനോഹരമായി കളിച്ചത്. അവരുടെ കുഴപ്പം അവരുടെ ചില പ്ലേയേഴ്സ് മാത്രം ചില സമയങ്ങളിൽ കളിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് പെർഫോം ചെയ്താൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവർക്ക് നല്ലൊരു വെല്ലുവിളി ഉയർത്താൻ സഹായിക്കും. പ്ലേയേഴ്സ് ടു ലുക്ക് ഔട്ട് ഫോർ, ഐ വുഡ് സേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ബ്രവിസ്, അതുപോലെ തന്നെ ഐ എം ഗോയിങ് വിത്ത് പ്രോബബ്ലി റിക്കൽട്ടൺ. ബോളിംഗ് സൈഡിൽ ലിങ്കിഡി ആയിരിക്കും സൗത്ത് ആഫ്രിക്കയുടെ തുറപ്പിയിട്ട്. ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മാറ്റ് ഹെൻറി ഒരു വെല്ലുവിളിയാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഫിൻ അലനും സൈഫേർട്ടും കൊടുക്കുന്ന തുടക്കം ന്യൂസിലൻഡിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിഗ് സ്മാഷേഴ്സ് ആണ് ബോത്ത് ഫിൻ അലൻ ആൻഡ് സൈഫേർട്ട്. ഫിൻ അലൻ വൻ ഫോമിലാണ് വന്നിരിക്കുന്നത് ബിഗ് ബാഷിലേക്ക് നിന്ന്. സോ ഇറ്റ്സ് ഗോണ ബി എ ഗുഡ് ഫൈറ്റ്. എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രഡിക്ഷൻ സൗത്ത് ആഫ്രിക്ക വിൽ വിൻ. സൗത്ത് ആഫ്രിക്കയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മുതൽ 15 റൺസിന് ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ന്യൂസിലൻഡാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഡെഫിനറ്റ്ലി ഒരു 4 വിക്കറ്റിനേലും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് മൈ പ്രഡിക്ഷൻ.